ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഗീതാഗോവിന്ദത്തിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ ഗീതുവിനോട് പോരി വിളിക്കാൻ കേട്ടോ നമ്മുടെ രാധികാമ്മ. അതിനുശേഷം അവിടെ നിന്ന് പോകുമ്പോൾ ഇവർക്കിതെന്ത് പറ്റി എന്ന രീതിയിൽ ഗീതു ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ രേഖേച്ചി വരുന്നുണ്ട്. അല്ല, ഈ അമ്മ ഇപ്പം എന്തിനാ എന്നോട് പോരൊക്കെ വിളിച്ചു പോണത്? എടി ഗീതു, അത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഗർഭിണിയാണെന്നാ അമ്മ വിചാരിച്ചിരിക്കണത്. എന്ന് ഗീതു ചോദിക്കുമ്പോൾ അതേടി, ഓ അപ്പം അതാണ് കാര്യം, മനസ്സിലായി എന്ന് പറയുകയാണ്. അല്ല, നീ പോയ കാര്യം എന്താ എന്ന് പറയുമ്പോൾ അതൊക്കെ ഏറെക്കുറെയൊക്കെ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിനെ പറയാണ്. പിന്നെ വരുണേട്ടനൊക്കെ ഇപ്പോൾ അതാണ് സ്നേഹിക്കുന്നതുകൊണ്ട് രഘേച്ചി ഹാപ്പി ആണല്ലോ അല്ലേ? എന്ത് ഹാപ്പി? സ്നേഹിക്കണത് അതാണ് കൊല്ലാനാണോ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഒന്നും എനിക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഗോവിന്ദനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണത്. അതുകൊണ്ട് ആ സ്നേഹത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഗീതു. അങ്ങനെ ആ സ്നേഹത്തിൽ ഇനി പഴയ പോലെ ഈ രേഖച്ചി വീടില്ല എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് നന്നായി രേഖേച്ചി എങ്ങാനും വരുണേട്ട സ്നേഹം കാണിച്ചു വരുമ്പോഴേക്കും ആ സ്നേഹത്തിൽ വീണ് സത്യസന്ധമാണെന്ന് വിചാരിച്ച് വീണ് പോകുമെന്ന് ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം എന്തായാലും സമാധാനമായി എന്ന് പറയുവാണ്. അതിനുശേഷം ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ കണ്ണയുടെ മുമ്പിൽ നോക്കിയിട്ട് നോക്കുമ്പോൾ ഗോവിന്ദന്റെ മുടി ഇവിടെ ഒന്നും നരച്ചിരിക്കണോട്ടോ. പ്രായം കുറയ്ക്കാൻ നോക്കുമ്പോൾ എന്നെ തളർത്താൻ വേണ്ടി വന്നിരിക്കുക, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് ആ നരച്ച മുടി പറിച്ചെടുക്കുവാണ്. അപ്പോഴേക്കും ഗീതു വരുന്നുണ്ട്. എല്ലാം കണ്ണേട്ടൻ തിരക്കിലാണോ എന്ന് പറയുമ്പോൾ എന്താ ഗീതു ചോദിക്കുമ്പോൾ അതെ, ഇന്ന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നാളെ ഇന്ന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകണം. എവിടേക്ക്? അതൊരു ഡോക്ടറെ കാണാൻ രഞ്ജുക്ക് വേണ്ടിയിട്ടോ? അതെ, കുറച്ച് ദൂരെയാണ്. അവിടെ ഒരു ഡോക്ടറുണ്ട്, പ്രശസ്തമായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഞാൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആളുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ വളരെ പാടാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ കൂടെപ്പിറപ്പോ അല്ലെങ്കിൽ അവളുടെ കൂടെ അമ്മയോ അവളുടെ അച്ഛനോ ആരുടെയാണെങ്കിലും സ്റ്റെം സെൽസ് കിട്ടുവാണെങ്കിൽ മാറ്റി ചികിത്സ ചെയ്യാൻ ചിലപ്പോൾ അവളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് കൊള്ളാലോ ഗീതു, എങ്കിലും അങ്ങോട്ട് പോകണമല്ലോ. അതെ, നാളെ അങ്ങോട്ട് പോകണം. അയ്യോ, നാളെ തന്നെ പോകണം. അതെ, ഈ അപ്പോയിൻമെൻറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്താണ് കണ്ണേട്ടൻ വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിജയലക്ഷ്മി മാഡത്തിൻ്റെ കൂടെ പോകാം. അമ്മയുടെ കൂടെ? ഏതമ്മ? വിജയലക്ഷ്മി മാഡം. ദേ നോക്ക്, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വരാൻ നോക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ. ശരി കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീത അവിടെ പോകുന്നുണ്ട്. ഗീത പോയിക്കുമ്പോഴേക്കും ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ഡോക്ടറുടെ നമ്പർ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി കാണാമായിരുന്നു. രഞ്ജുവിൻ്റെ ചേട്ടനാണല്ലോ ഞാൻ. അപ്പം എൻ്റെ സ്റ്റെം സെല്ല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രഞ്ജുവിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റിയാലോ, ഒന്ന് നോക്കണം എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മീനെ ഗീത വിളിക്കുകയാണ് കേട്ടോ. ചോദിക്കുന്നുണ്ട്, അതെ നാളെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതെ, നാളെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കച്ചേരി ഉണ്ട് എന്ന് പറയാണ്. അതെ, അത് എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ അത് എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അതെ, ഉച്ച കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്, ഒരു ഡോക്ടറെ കാണാൻ പോകണം. രഞ്ജുയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്റ്റെം സെൽസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം സെൽസിൻ്റെ മെഡിസിൻ മാറ്റി വെച്ചാൽ ചിലപ്പോൾ അവളുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ 2 മണിക്ക് ശേഷം അപ്പോയിൻമെൻറ്റ്, 2 മണിക്ക് ശേഷം വരാൻ പറ്റുമോ? അത് പിന്നെ അതെ, വന്നേ പറ്റൂ. രഞ്ജുവിൻ്റെ കാര്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും വരാമോളൂ എന്ന് പറയാണ്. നമ്മുടെ കൂടെ കണ്ണേട്ടനുണ്ടാവും. ഗോവിന്ദോ? അതേന്നേ. എന്തായാലും കച്ചേരി എന്നാൽ രാവിലെ ഒരു 2 മണിക്ക് മുമ്പ് എന്തായാലും തീർക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ അവരെ വിളിച്ചിട്ട്, അതിനുശേഷം ഞാൻ വരാം എന്ന് പറയാണ്. എന്നിട്ട് വിജയലക്ഷ്മി ഫോം വെക്കുന്നുണ്ട്. ഗീത മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും വിജയലക്ഷ്മി രഞ്ജുവിൻ്റെ അമ്മയാണ്. അത് മാത്രമല്ല ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ രഞ്ജുവിൻ്റെ ചേട്ടനും. അപ്പോൾ ഇവരുടെ ആരുടെയും സ്റ്റെം സെൽസ് കിട്ടുവാണെങ്കിൽ മെഡിസിൻസിൻ്റെ ഇത് മാറ്റിയിട്ട് ചിലപ്പോൾ രഞ്ജുവിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റിയാലോ. അതെ, നാളെ എന്തായാലും ഇവരെയും കൂട്ടിക്കൊണ്ട് എന്തായാലും ഡോക്ടറെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കട്ടെ ഗീതു. ആ സമയമാണ് നമ്മുടെ വിജയലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ കച്ചേരിക്കാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ 2 മണിക്ക് മുമ്പ് എന്നെ ഫ്രീ ആക്കണം കേട്ടോ. 2 മണി കഴിഞ്ഞിട്ട് എനിക്കൊരാളെ കാണാൻ പോകാനുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിന്, അതായത് അവർ അപ്പോയിൻമെൻറ്റിന് മുമ്പ് തന്നെ നേരെ ജയിലിലേക്കാണ് കാണാൻ പോകുന്നത്. കാരണം രഞ്ജുവിൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അനാർക്കലി. അപ്പോൾ അനാർക്കലിയുടെ സ്റ്റെം സെൽസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലോ. മാത്രമല്ല ഗോവിന്ദും രഞ്ജു തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെ വിജയലക്ഷ്മിയും രഞ്ജു തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടിട്ടായിരിക്കുമല്ലോ അനാർക്കലിന് തിരക്ക് പിടിച്ചിട്ട് നമ്മുടെ വിജയലക്ഷ്മി കാണാൻ പോവാട്ടോ. അപ്പോൾ ജയിലിലെ വിജയലക്ഷ്മി നമ്മുടെ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വന്നിട്ട് അവരെ കാണാൻ പറ്റുമോ? കാണാനൊക്കെ പറ്റും വേണം, പക്ഷെ അവർ സംസാരിക്കുമോയെന്ന് അറിയില്ല. വന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, ഇപ്പോഴാണ് അടങ്ങിയത്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി പിറ്റേ ദിവസം രാവിലെ തന്നെ പോകുന്നുണ്ട്. എന്തായി മേഡത്തിനെ കാണാൻ കൂട്ടാക്കുമെന്ന് അറിയില്ല, വാ
നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് ആ ജയിൽ സൂപ്രണ്ട് അനാർക്കലിന്റെ അടുത്തേക്ക് പോവാ. എടി ഒന്നുകൂടി വന്നേ, നിന്നെ കാണാൻ വേണ്ടി വിജയലക്ഷ്മി സുബ്രഹ്മണ്യം വന്നിരിക്കുന്നു. വിജയലക്ഷ്മി സുബ്രഹ്മണ്യോ? അത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യല്ല, വിജയലക്ഷ്മി മാധവ് എന്ന് പറയുവാണ്. അതിനുശേഷം വേണ്ടത്, മാഡത്തിന് നിന്നെ കാണണം, ഇങ്ങോട്ട് വന്നേ, എനിക്കാരെയും കാണണ്ട, പോകാൻ വരാം അവരോട് എന്ന് പറയണം. ആ സമയത്ത് രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അനാർക്കലി ഞാൻ ഈ പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, നീ ഇത് വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിത് ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കാം, നീ ഇത് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം ജയിൽ സൂപ്രണ്ട് നമ്മുടെ അനാർക്കലിയുടെ തൊട്ട് സെല്ലിൽ തന്നെ വേറൊരു ജയിൽ പുള്ളി കിടക്കുന്നുണ്ട്. ആ സ്ത്രീ എടുത്ത് പറയുന്നുണ്ട്, ഇത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അതിനുശേഷം ആ ജയിൽ സൂപ്രണ്ട് അവർ പോയി കഴിയുമ്പോഴേക്കും ആ അനാർക്കലിയുടെ കൂടെ തന്നെ കിടക്കുന്ന ഒരു പുള്ളിക്കാരത്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അവർ പറയുന്നുണ്ട്, അനാർക്കലി മേഡം ദേ ഇത് തന്നിട്ടാ പോയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ കാര്യമാണ്, മേഡത്തിൻ്റെ പാകയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ, എന്നിട്ട് ഇത് എന്താന്ന് വായിക്കും, ഞാൻ വായിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ഒന്നും വായിക്കാണ്ട് കീറി കളയുവാട്ടോ. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ മാധവൻ നായരും വിജയലക്ഷ്മിയും രാധികയും ഈ അനാർക്കലിയൊക്കെ ഉണ്ട്. മാധവൻ നായരുടെ 3 ഭാര്യമാര് നിൽക്കണ പോലെ ഉണ്ട് ഈ 3 പേര് നിൽക്കുന്നത്. എന്നിട്ട് അനാർക്കലി പറയണ്ട്, ഇനി എന്നെ കാണാൻ വരും, അങ്ങനെ പലരും കാണാൻ വരും, ഞാൻ കണ്ടവരും കാണാത്തവരൊക്കെ എന്നെ കാണാൻ വരും, ഞാനിവിടെ നിന്ന് ഇറങ്ങാനായല്ലോ, ഇനി നോക്കിക്കോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ജീവപര്യന്തം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ്, തൊട്ടടുത്ത ദിവസം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് പക തീർക്കാനുണ്ട്, ആഴിയിലേക്കുള്ള എൻ്റെ പക എന്നൊക്കെ അനാർക്കലിനെ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ. എന്തായാലും അനാർക്കലി തന്നെയാണ് രഞ്ജുവിൻ്റെ അമ്മ എന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അനാർക്കലിയുടെ സ്റ്റെം സെൽസിനെ വേണ്ടിയിട്ടായിരിക്കും വിജയലക്ഷ്മി അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. എന്തായാലും അനാർക്കലി എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പക രാധികാമ്മ അടുത്താട്ടോ. വിജയലക്ഷ്മി അടുത്ത് അത്ര വലിയ പകയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ സംസാരിക്കുക പോലും ചെയ്യില്ലായിരുന്നല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ റിവ്യൂ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.